നമ്മൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ദ ചെയിൻ ഓഫ് ലൈഫ് ഒറ്റയല്ലൊരു ജീവിയും അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് എന്താ ഓരോ ജീവികളും ഭക്ഷണത്തിന് വേണ്ടിയും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നുണ്ട്. ആ ഒരു ജീവി ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിനെ, അതിൽ എന്തുണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവും, ലിവിങ് തിങ്സ് ഉണ്ടാവും. ആ ഒരു സറൗണ്ടിങ്ങിനെയാണ്, ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആവാസം എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരുന്നുണ്ട്, നോൺ ലിവിങ് തിങ്സും വരുന്നുണ്ട്, ലിവിങ് തിങ്സും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ജീവിയെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യമായ ഘടകങ്ങളാണ്. പിന്നെയോ നമ്മൾ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ജീവികളും ഭക്ഷണത്തിന് വേണ്ടി ഒരു ജീവിയെ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. ഒരു ജീവി മറ്റൊരു ജീവിയെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫുഡ് വെബ്, ആഹാര ശൃംഖല ജാലം എന്ന് വെച്ചാൽ ഒരു ജീവി മറ്റുള്ള ജീവികൾ, അത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇപ്പം ഈ കാണുന്ന പോലെ ഫുഡ് വെബ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, ഒരു ജീവികൾ മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നതിന്. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്, ഒരു ജീവി ജീവനുള്ളവ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ജീവിയെ ആശ്രയിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ആ ഒരു പരസ്പര ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഈ ഒരു ആഹാര ശൃംഖലാ ജാലത്തില് ഒറ്റ ശ്രേണിയെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് വെബിലെ ഒരൊറ്റ വൺ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അതായത് ഒരൊറ്റ ശ്രേണി, വൺ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ്, ഒറ്റ കണ്ണിയായ ഫുഡ് റിലേഷൻഷിപ്പ് എവിടത്തെ, ഫ്രം ദ ഫുഡ് വെബ്, ഫുഡ് വെബിലുള്ള ഒരൊറ്റ കണ്ണിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പിന്നെയോ നമുക്കറിയാം ആനിമൽസ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി മറ്റുള്ള ജീവിയെ ആശ്രയിക്കുന്നു. പ്ലാന്റ്സോ, പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്, അവയ്ക്ക് വേണ്ട ഫുഡ് അവർ തന്നെ സ്വയം പാചകം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം. നമ്മൾ പ്ലാന്റിന്റെ പിക്ചർ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയല്ലേ, അപ്പൊ എന്ത് കണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവയെ പറയുന്ന പേരെന്തായിരുന്നു, സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയാണ് എന്തിനു സഹായിക്കുന്നത്, ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്, വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഫുഡ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും പ്ലാന്റിലേക്ക് ഏതിലെയാണ് കിടക്കുക, ഈ ചെറിയ സുഷിരത്തിൽ കൂടെ അല്ലേ. അതിന് പറയുന്ന പേരാണ് എന്ത്, സ്റ്റൊമാറ്റ. അപ്പോൾ ഈ പ്ലാന്റിലേക്ക് എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. പിന്നെയോ അവയ്ക്ക് ജലം വേണം. ജലം എവിടെ നിന്ന് കിട്ടും, വേരിൽ കൂടി അത് വലിച്ചെടുക്കും. ഈ പ്ലാന്റിന് വേണ്ട ജലം എന്ത് ചെയ്യും, ഈ പ്ലാന്റ് അതിൻ്റെ റൂട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വലിച്ചെടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി, വാട്ടറും കിട്ടി അല്ലേ. അത് മാത്രം മതിയോ, പിന്നെന്ത് വേണം, സൂര്യപ്രകാശം വേണം. ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്, സൂര്യപ്രകാശത്തിൽ നിന്നാണ്. മനസ്സിലായോ? പിന്നെയോ, പിന്നെന്താ, ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റിൽ എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ടല്ലേ, പച്ച നിറത്തിലുള്ള വർണ്ണകം, പിഗ്മെന്റ് ആണ് എന്ത്, ക്ലോറോഫിൽ. ഇതാണ് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. ഈ ക്ലോറോഫില്ലിന്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യും, ഈ വാട്ടറിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അവ എന്താക്കി മാറ്റും, ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറ്റും. ഈ പ്ലാന്റിന്റെ ആഹാരമാണ് എന്ത്, ഗ്ലൂക്കോസ്. പിന്നെ എന്തും കൂടി ഉണ്ടായിന്നാ പറഞ്ഞ, ഓക്സിജനും ഉണ്ടായി അല്ലേ. ഈ ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടായി, ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടായി. ഗ്ലൂക്കോസ് പ്ലാന്റ്സ് യൂസ് ചെയ്യും. പിന്നെയോ ഓക്സിജൻ എന്ത് ചെയ്യും, അത് പ്ലാന്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എങ്ങനെ നമ്മൾ പറഞ്ഞു, എന്താണ്, സ്റ്റൊമാറ്റ അല്ലെ, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയെ കൂടെ ഓക്സിജൻ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലേക്ക് ഈ പ്ലാന്റ് റിലീസ് ചെയ്യും. അപ്പൊ എന്താ നടന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ജലവും
വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫില്ലിൻ്റെ സഹായത്തോടു കൂടി അവ എന്തുണ്ടാക്കും? ആഹാരം ഉണ്ടാക്കും. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസും പിന്നെയോ ഓക്സിജനും ഉണ്ടാവും. ആ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? അവ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യും. Plants make food using carbon dioxide and water. They use energy from സൺലൈറ്റ് അല്ലേ? അവയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്ന എനർജി? സൺലൈറ്റിൽ നിന്നാണ്. സോ ദിസ് ആക്ടിവിറ്റി കോൾഡ് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ് ആഹാരം ഉണ്ടാക്കും. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട്. ആരാണ് എനർജി? എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? എനർജി ഫ്രം സൺലൈറ്റ്. സോ ദിസ് ആക്ടിവിറ്റി കോൾഡ് ഫോട്ടോസിന്തസിസ്. അതിനുവേണ്ടി ആരും കൂടി പിന്നെ സഹായിക്കുന്നുണ്ട്. പ്ലാന്റിലുള്ള ആ ഗ്രീൻ കളർ അതെന്താണ്? ക്ലോറോഫിൽ. അതിന്റെ പിഗ്മെന്റ് ആണല്ലേ. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ഫുഡ് അല്ലെ. ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ഇലയിലുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ് ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. പിന്നെയോ ഗ്ലൂക്കോസ് അതിൻ്റെ ഫുഡ് മാത്രമാണ് ഉണ്ടാവുന്നത്? അല്ല, ഓക്സിജൻ കൂടി ഉണ്ടാവുന്നുണ്ട്. അതിനെന്ത് ചെയ്യും? അത് റിലീസ് ചെയ്യും അല്ലേ. ഈ ഒരു ആക്ടിവിറ്റിയുടെ റിസൾട്ടായിട്ട് ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ഒന്നും കൂടിയും പറയാം. എന്താണ്? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ടാണ്. ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. പിന്നെയോ അവ എന്തും കൂടി എനർജിക്ക് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സൺലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതിനാരു കൂടി സഹായിക്കുന്നുണ്ട്? ക്ലോറോഫിൽ ഈസ് പിഗ്മെന്റ്. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് എവിടെയാ കാണുന്നത്? ഇൻ ദ ലീവ്സ്. ലീവ്സിൽ കാണുന്ന ആ ക്ലോറോഫിൽ ദാറ്റ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ആ ക്ലോറോഫിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ എന്തുകൂടി റിലീസ് ആവുന്നുണ്ട്? എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? ഓക്സിജനും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന പിഗ്മെന്റ് ആണ്. വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്ലോറോഫില്ലാണ്. പിന്നെയോ എന്തൊക്കെ ഉണ്ടാക്കും? ഫുഡും ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം ഗ്രീൻ കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് ആര്? ക്ലോറോഫിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ കളർ നൽകുന്ന ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ള എല്ലാ ചെടികൾക്കും എന്ത് ചെയ്യാൻ കഴിയും? ആഹാരം നിർമ്മിക്കാൻ കഴിയും അല്ലെ. അവർക്ക് അവരുടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അവരിൽ എന്ത് നടക്കും? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്താണ്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ സാധിക്കും. അപ്പം എല്ലാ ചെടികളിലും ക്ലോറോഫിൽ ഉണ്ടോ? എല്ലാ ചെടികളുടെയും ഇലകൾ പച്ച നിറത്തിലാണോ? അല്ല, പല ചെടികൾക്കും പല നിറങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ചില ചെടികൾ എന്താണ്? ചുവപ്പ, ഓറഞ്ച്, മഞ്ഞ, ഈ നിറങ്ങളിലെല്ലാം ചെടികൾ കാണുന്നുണ്ട്. അതിനൊക്കെ എന്താ കാരണം? ഏതൊക്കെ പിഗ്മെന്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് എന്ത്? ആന്തോസയാനിൻ. ഓറഞ്ച് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് എന്ത്? കരോട്ടിൻ. പിന്നെയോ യെല്ലോ മഞ്ഞ നിറം നൽകുന്നതാണ് എന്ത്? സാന്തോഫിൽ. ഗ്രീൻ കളർ നൽകുന്നതാണ് ക്ലോറോഫിൽ. പിഗ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താ? ആന്തോസയാനിൻ, കരോറ്റിൻ, സാന്തോഫിൽ, ക്ലോറോഫിൽ ഒക്കെ എന്താണ്? പിഗ്മെന്റ് ആണ്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിഗ്മെന്റ് എന്താ നൽകുന്നത്? കളർ കൊടുക്കും അല്ലെ. അതിൻ്റെ ലീഫിന്, സ്റ്റെമ്മിന്, പിന്നെ പൂക്കൾക്ക്, ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്നതാണ് എന്ത്? പിഗ്മെന്റ് എന്ന് പറയുന്നത്. പിഗ്മെന്റ് ഗീവ്സ് കളർ ടു ലീവ്സ്, സ്റ്റെം, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. വർണ്ണകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കൊക്കെ നിറം നൽകുന്ന വർണ്ണകങ്ങളാണ് എന്ത്? നിറം നൽകുന്നത്.
ഇനി നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിന് എന്തുകൂടി വേണം, പിഗ്മെന്റ് മാത്രം പോരാ, അവ എനർജിക്ക് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്, സൺലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ് മാക്സിമം ഇവയ്ക്ക് എന്ത് വേണം, ഇവരെ ലീഫിൽ തട്ടുന്ന രീതിയിലായിരിക്കും ഇവരുടെ എന്ത് ചെയ്യുക, ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കുക. ഇവയുടെ ഇലയുടെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്, ഇവയുടെ ഇല ക്രമീകരിച്ചിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും, ഇവയ്ക്ക് മാക്സിമം സൺലൈറ്റ് ലഭിക്കുന്ന രീതിയിലായിരിക്കും. എല്ലാ ചെടികളുടെയും ഇലകൾ ഒരേ രീതിയിലല്ല അല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ തന്നെ നോക്കി, ഓരോ ചെടികളുടെ ലീഫുകളും എന്താണ്, പല തരത്തിലാണ് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്, ചെമ്പരത്തി, ഹിബിസ്കസ്, തുളസി, ഏഴിലംപാല അല്ലെ. ഇവ മൂന്ന് തരത്തിലല്ലേ ലീഫിന്റെ അറേഞ്ച്മെന്റ്സ്. നോക്കിയേ, ഇങ്ങനെ ഓരോ അറേഞ്ച്മെന്റ്സ് ഉള്ള മറ്റുള്ള ചെടികളെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹിബിസ്കസ്, ചെമ്പരത്തിയുടെ അറിയാം, ഒന്ന് ഇവിടെയാണെങ്കിൽ മറ്റേത് അപ്പുറം ചിത്രത്തിൽ കണ്ടില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഈ ചെമ്പരത്തി പോലെ അറേഞ്ച്മെന്റ്സ് ഉള്ള ചെടികൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? മാവ് കണ്ടിട്ടില്ലേ? മാവിന്റെ ഇലയുടെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? ഈ ചെമ്പരത്തിയുടെ ലീഫിന്റെ അറേഞ്ച്മെന്റ് പോലെ തന്നെയാണ് അല്ലേ. ഇവയുടെ ലീഫിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ആൾട്ടർനേറ്റ് ആയിട്ടാണ് അല്ലേ, ഒന്നിടവിട്ടാണ്. അതായത് ഒരു ലീഫ് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് അല്ല, അത് കുറച്ച് മുകളിലേക്ക് പോയിട്ടാണ് അപ്പുറത്തെ സൈഡിലത്തെ ലീഫ് വന്നിട്ടുള്ളത് അല്ലേ. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉള്ള ലീഫുകളാണ് ഈ ചെടികൾക്കുള്ളത്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? മാവ്, ചെമ്പരത്തി, പിന്നെയോ പ്ലാവ് എന്താണ്, ജാക്ക് ഫ്രൂട്ട്, പപ്പായയുടെ ഇംഗ്ലീഷിലും പപ്പായ എന്ന് തന്നെയാണ് പറയാ അല്ലെ. പിന്നെയോ റോസാച്ചെടിയുടെ പലതും പല ലീഫുകളാണ്, എങ്കിലും മിക്ക റോസാച്ചെടിക്കും ഓപ്പോസിറ്റ് ആയിട്ട് ലീഫുകൾ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ. പിന്നെ അടുത്ത ലീഫിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാ വന്നിരിക്കണേന്ന് നോക്കിയാൽ ഒന്നിന്റെ ഓപ്പോസിറ്റ് അല്ലെ. ഒരു നോഡിന്റെ അതിൽ തന്നെ രണ്ട് ലീഫ് വരുന്നുണ്ട് അല്ലെ. ഒരു ലീഫ് ഇപ്പുറത്താണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അടുത്ത ലീഫ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട്, അഭിമുഖമായിട്ടാണ് അതിൽ ലീഫിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. അങ്ങനത്തെ ചെടികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീകൾ ഏതൊക്കെയാ മരങ്ങളാണ് അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഉള്ളത് നിങ്ങൾക്ക് അറിയണത്? തെച്ചിര കണ്ടിട്ടില്ലേ? ലീഫിന്റെ ഇക്സോറ എങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച്മെന്റ്. തുളസി, പിന്നെയോ കോഫി ട്രീ, കാപ്പിയുടെ മരത്തിന്റെ എങ്ങനെയാ, ചെടിയുടെ എങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ പേര നിങ്ങൾ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണെന്ന്, അതിന്റെ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. പിന്നെ മുല്ലയുടെ എല്ലാ മുല്ലകളും ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് മിക്ക മുല്ലച്ചെടികളും എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. ജാസ്മിൻ. ഇനി അടുത്തത് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ഈ ഇല എങ്ങനെയാണ്, ചുറ്റുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇലകൾ 4 വശവും ചുറ്റുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയാ? ഏഴിലംപാല, ബ്ലാക്ക് ബോർഡ് ട്രീ, ഏഴിലംപാല, അരളിരെന്താ, ഒലിയൻഡർ, കാട്ടരളി, യെല്ലോ ഒലിയൻഡർ, മഞ്ഞപ്പാല, അലമൻഡ, കരിമ്പാല, ഡെവിൾ ട്രീ. ഇവയുടെയൊക്കെ ലീഫ് അറേഞ്ച്മെന്റ്സ് സെയിം ആണ്. എങ്ങനെയാ, കൂട്ടമായിട്ടുള്ളൊരു രീതിയാണ് ഇവരുടെ ലീഫ് അറേഞ്ച്മെന്റ്സ്. നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആഹാരം പാചകം ചെയ്യുന്നു അല്ലെ. അവയ്ക്ക് എനർജി എവിടെ നിന്നാണ് കിട്ടുക? സൺലൈറ്റിൽ നിന്നാണ് കിട്ടുക. ഈ സൺലൈറ്റ് മാക്സിമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള ലീഫ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. പിന്നെയോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ആഹാരം പാചകം ചെയ്യൽ കഴിഞ്ഞു. ഇവ ശ്വസിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ജീവനുള്ള എല്ലാവരും എന്ത് ചെയ്യും, ആഹാരം പാചകം ചെയ്യുകയും ചെയ്യും. പിന്നെയോ ഭക്ഷണവും വേണം, പിന്നെയോ ശ്വസനവും നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസനം പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. പ്ലാന്റ്സ് രാത്രി മാത്രമാണോ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പകൽ മാത്രമാണോ ശ്വസിക്കണേ? നമ്മളെങ്ങനെയാ ശ്വസിക്കണേ? രാത്രിയും പകലൊക്കെ ശ്വസിക്കുന്നുണ്ടല്ലേ. നമുക്ക് ബ്രീത്തിങ് ഇല്ലാതെ, നമുക്ക് ശ്വസനം ഇല്ലാതെ എന്ത് നടക്കില്ല, ജീവൻ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ, ശ്വസനത്തെ പറയുന്ന പേരാണെന്ത്, റെസ്പിറേഷൻ. അപ്പോൾ പ്ലാന്റ്സും രാത്രിയിലും പകലും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അവർ ശ്വസനം നടക്കുന്നുണ്ട് അവയിൽ.
ഇനി നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ആഹാരം പാചകം ചെയ്യൽ. അതെപ്പോഴാണ് നടക്കണേ? രാത്രിയും പകലും നടക്കുന്നുണ്ടോ? നമുക്കറിയാം അതിന് എന്തൊക്കെ വേണം. കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് രാത്രിയും പകലൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെയോ ജലം വേണം. ജലവും വേരിലൂടെ അവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വലിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചതോ വലിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഇനി കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി, ജലവും കിട്ടി. ക്ലോറോഫിൽ വേണമെന്നറിയാം അല്ലെ. ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. പ്രകാശ സംശ്ലേഷണമാക്കി ഭക്ഷണം, ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ, ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. ഈ ക്ലോറോഫിലും പ്ലാന്റിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. രാത്രിയും പകലൊക്കെ ക്ലോറോഫിൽ പ്ലാന്റിൽ ഉണ്ടായിരിക്കും. ഇനി എന്താ വേണ്ട? എനർജി. ഈ ഫോട്ടോസിന്തസിസിന്റെ പ്രവൃത്തിക്ക് വേണ്ട എനർജി അവർക്ക് എവിടെ നിന്നാ കിട്ടുന്നേ? സൂര്യപ്രകാശം വേണം അല്ലേ. എനർജിക്ക് എന്താണ്? സൂര്യപ്രകാശം വേണം, സൺലൈറ്റ് വേണം. സൺലൈറ്റ് നൈറ്റ് കിട്ടുമോ? രാത്രി സൺലൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ രാത്രിയിൽ എന്ത് സാധിക്കത്തില്ല അവർക്ക്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം ഇല്ല അല്ലേ. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അവർക്ക് എനർജി ലഭിക്കില്ല. എനർജി ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള എനർജി അവർക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ രാത്രി എന്ത് നടക്കില്ല? ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ രാവിലെ പകൽ സമയങ്ങളിൽ അവരെന്തായിരിക്കും? ഫോട്ടോസിന്തസിസിന് വേണ്ടി അന്തരീക്ഷത്തിൽ നിന്ന് എന്തെടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും അല്ലേ. എന്നിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ എന്തുണ്ടായിരിക്കും? ഓക്സിജൻ, ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടായിരിക്കും. ആഹാരം ഉണ്ടായിരിക്കും. ആഹാരം അവർ യൂസ് ചെയ്യും. പിന്നെയോ ഓക്സിജൻ റിലീസ് ചെയ്യും. അപ്പോൾ പകൽ സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും പിന്നെയോ ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. എന്തിൻ്റെ പ്രവൃത്തി മൂലം? ആക്ടിവിറ്റി മൂലമാണ്? ഫോട്ടോസിന്തസിസ് മുഖേന. പിന്നെയോ ഫോട്ടോസിന്തസിസ് മാത്രമാണോ പകൽ നടക്കുന്നത്? റെസ്പിറേഷനും നടക്കുന്നുണ്ടല്ലേ. ശ്വസനം നടക്കുന്നുണ്ട്. ശ്വസനത്തിന് എന്താണ് വേണ്ടത്? ശ്വസനത്തിന് അവയ്ക്ക് എന്ത് വേണം? നമ്മളെപ്പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും അവ എന്തെടുക്കും? ഓക്സിജൻ ആണ് എടുക്കുന്നത്. ഓക്സിജൻ എടുത്തിട്ട് എന്ത് റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പോൾ ഡേ ടൈമിൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. എന്ത്? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട്. പിന്നെയോ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഏതിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്? സ്റ്റൊമാറ്റയിൽ കൂടെയാണ് കേട്ടോ. ചെറിയ സുഷിരുണ്ടെന്ന് അറിഞ്ഞില്ലേ, അതിൻ്റെ പേരാണ് എന്ത്? സ്റ്റൊമാറ്റ. ഈ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് അതിലൂടെയാണ്. പിന്നെയോ രാത്രിയായ എന്ത് സംഭവിക്കും? രാത്രി ഫോട്ടോസിന്തസിസ് നടക്കില്ല. പകരം റെസ്പിറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പം എന്താ എടുക്കുക? ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും. അതാണ് പ്ലാന്റ്സിൽ രാത്രിയിലും ഡേയിലും നടക്കുന്നത്. ഇനി എല്ലാ പ്ലാന്റ്സിലും ക്ലോറോഫിൽ ഉണ്ടോ? എല്ലാ പ്ലാന്റ്സും ഫോട്ടോസിന്തസിസ് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പോൾ ചില പ്ലാന്റ്സുകളിൽ എന്തുണ്ടാവില്ല? ക്ലോറോഫിൽ ഉണ്ടാവില്ല. അപ്പോൾ അവ എന്ത് ചെയ്യില്ല? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കില്ല. ഇപ്പോൾ ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലുള്ള ചെടികളൊന്ന് പറ്റിപ്പിടിച്ച് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ ചെടി നോക്കിയേ, ഇതെന്താണ്? ഇതായ മരത്തുമ്മൽ എന്താണ്? പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ വേരുകളുണ്ട് അല്ലേ. 2 തരത്തിലുള്ള വേരുകൾ ഇവ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വണ്ണമുള്ള വേരും പിന്നെയോ വണ്ണം കുറഞ്ഞ വേരുകളും. ഇതിലൊരു വേര് എന്താണ് അതിനെ സഹായിക്കുന്നത്? ആ ചെടിയുമിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി സഹായിക്കും. മറ്റേ വേരോ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയും സഹായിക്കും. അപ്പോൾ ഇവയ്ക്ക് എന്താ? ഇവ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ലീഫിൽ ക്ലോറോഫില്ലും ഉണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും അല്ലേ. പിന്നെ സൺലൈറ്റും ലഭിക്കും ഇവർക്ക്. അപ്പം പിന്നെ ഇവർക്ക് ഈ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മരത്തിൽ നിന്നും ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. കാരണം ഇവർക്ക് ജലവും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും പിന്നെ ഇവയിൽ ക്ലോറോഫില്ലും ഉണ്ട്. അപ്പം ഇവ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യും. പക്ഷെ ഇവ ഭൂമിയിൽ മണ്ണിൽ വളരുന്നതിന് പകരം ഈ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നേ ഉള്ളൂ അല്ലേ. അവ വാസസ്ഥലത്തിന് മാത്രമായിട്ടാണ് ഈ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അല്ലാതെ അതിൽ നിന്നുള്ള യാതൊരു പോഷകങ്ങളോ മറ്റൊന്നും ഇവ വലിച്ചെടുക്കുന്നില്ല. അങ്ങനെയുള്ള ചെടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താ?
എപ്പിഫൈറ്റുകൾ. എക്സാമ്പിളായിട്ട് നമുക്ക് ഓർക്കിഡുകൾ, പിന്നെ വാൻഡ, മരവാഴ, ഇതൊക്കെ എന്താണ്, അതിനൊരു എക്സാമ്പിളാണ്. ഇവ മരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ചെയ്യോ? ഇല്ല അല്ലേ. എപ്പിഫൈറ്റുകൾ എന്താണ്, യാതൊരു തരത്തിലുള്ള ദോഷവും ആതിഥേയ സസ്യത്തിന് ഉണ്ടാക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മ പറഞ്ഞു ഇവയ്ക്ക് എന്താണ് വേരുകളുണ്ട് അല്ലേ. ഇവ ചെറിയ വേരുകൾ എന്ത് ചെയ്യും, മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി സഹായിക്കും. പിന്നെയോ ഇവയ്ക്ക് കട്ടിയുള്ള വേരുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കട്ടിയുള്ള വേരുകൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് ക്ലോറോഫിൽ ഇവരിലുണ്ട്, ലീഫിലുണ്ട്. അതും ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തോടു കൂടി ഇവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് ചെയ്യാണ്, അവർക്ക് വേണ്ട ആഹാരം നിർമ്മിക്കുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷം എപ്പിഫൈറ്റുകൾ മറ്റേ ആതിഥേയ സസ്യത്തിന് വരുത്തോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓർക്കിഡുകൾ അല്ലെ, വാൻഡ, മരവാഴ, ഇതൊക്കെയാണ് എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിൾ. ഇനി എല്ലാ പറ്റിപ്പിടിച്ച ചെടികളും ഇങ്ങനെ ആവണമെന്നില്ല. ചില ചെടികൾക്ക് എന്തുണ്ടാവില്ല, ഈ കട്ടിയുള്ള വേരുണ്ടാവണമെന്നില്ല. അതായത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വേരുകൾ എന്തിനുണ്ടാവണമെന്നില്ല, ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവർക്ക് വെള്ളം കിട്ടണം അല്ലേ. അന്തരീക്ഷത്തിൽ ഈർപ്പം ലഭിക്കുന്നത് ഇവരെ വേരിലൂടെ ലഭിക്കില്ല. അപ്പോൾ ഈ വെള്ളം മറ്റു കാര്യങ്ങൾ ഇവർക്ക് വേരിലൂടെ വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ വേരുകൾ ഈ ആതിഥേയ ചെടിയുടെ, ഈ ആതിഥേയ സസ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഊഴ്ന്നിറക്കും. എന്നിട്ട് ഈ മരം ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ ഏത് ചെടിയാണോ പറ്റിപ്പിടിച്ച് നിൽക്കണം, ആ ആതിഥേയ സസ്യത്തിൻ്റെ വേരുകൾ മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവർക്ക് വേണ്ട ജലവും ലവണമൊക്കെ വലിച്ചെടുക്കുന്നുണ്ടാവും. ഈ ജലവും ലവണവും ആര് പിന്നെ വലിച്ചെടുക്കും ഈ മരത്തിൽ നിന്ന്? ഈ പറ്റിപ്പിടിച്ച് വളരുന്ന ആ മറ്റു എപ്പിഫൈറ്റുകളല്ലാത്ത, ടീച്ചർ പറഞ്ഞില്ല, മറ്റേ കട്ടിയുള്ള വേരുകളില്ലാത്ത ചെടികൾ എന്ത് ചെയ്യും, ഇവരെ വേര് ഈ ആതിഥേയ സസ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഈ ജലവും ലവണവും വലിച്ചെടുക്കും. ഇവയുടെ ലീഫിന് എന്തുണ്ടാവും, ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് മാത്രം മതി, ജലവും ലവണവും മാത്രം മതി അല്ലേ. വേരുകൾ മാത്രം അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന രീതിയിലുള്ളത് ഇല്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം ഈ ചെടികളിലുണ്ട്. അപ്പം ഈ ചെടി എന്താ, ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്ത് മാത്രമേ എടുക്കുള്ളൂ, ജലവും ലവണങ്ങളും ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് എടുക്കുള്ളൂ ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവയെ നമുക്ക് എന്താ പറയാ, അർദ്ധപരാദങ്ങൾ, സെമി പാരസൈറ്റ്സ്. എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവ ആതിഥേയ സസ്യത്തിന് യാതൊരു ദോഷവും വരത്തില്ല, വെറുതെ പറ്റിപ്പിടിച്ച് വളരുന്നേ ഉള്ളൂ. അവരെ വേരുകൾ എന്തിനു സഹായിക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം യാതൊന്നും ഈ ആതിഥേയ സസ്യത്തിൽ നിന്നും ആശ്രയിക്കുന്നില്ല. പക്ഷേ സെമി പാരസൈറ്റ് അർദ്ധപരാദങ്ങൾ, അതിൽ തന്നെ ഉണ്ട് അല്ലേ, പേരിൽ തന്നെ ഉണ്ട് അർദ്ധപരാദങ്ങൾ. അർദ്ധ എന്ന് പറഞ്ഞാൽ പകുതി, കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആതിഥേയ സസ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്, അവയുടെ ജലവും ലവണവും, വാട്ടർ ആൻഡ് മിനറൽസ് എന്തിൽ നിന്ന് ലഭിക്കണം, ഈ ആതിഥേയ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അവർ അബ്സോർബ് ചെയ്തെടുക്കും. അവയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സെമി പാരസൈറ്റ്സ്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഓവൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ്. പ്ലാന്റ്സ് ആർ കോൾഡ് സെമി പാരസൈറ്റ്സ്. എക്സാമ്പിൾ ഇത്തിൽ കണ്ണി, ലൊറാൻഡസ്. എന്താണ് എക്സാമ്പിൾ ഇത്തിൽ കണ്ണി. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അർദ്ധപരാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ചില പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളിൽ എന്തുണ്ടാവണമെന്നില്ല, ക്ലോറോഫിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം പിന്നെ അവർക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ ജലവും ലവണവും വലിച്ചെടുത്തോണ്ടും കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യും, അവർ നിർമ്മിച്ചിട്ടുള്ള ആഹാരം അല്ലേ, ഇവയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഈ ചെടിക്ക് വളരാൻ വേണ്ട എല്ലാതും ഏതിൽ നിന്നെടുക്കും, ഈ ആതിഥേയ സസ്യത്തിൽ നിന്നെടുക്കും, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എടുക്കും. അങ്ങനെയുള്ള ചെടികളെ നമ്മൾ എന്തെന്ന് പറയും, അപ്പോൾ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണല്ലേ, അവയെ നമ്മൾ പറയാണ് ടോട്ടൽ പാരസൈറ്റ്. എന്താണ്
ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണ പരാദങ്ങൾ. അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് അവയ്ക്കുള്ളത്. അവ പൂർണ്ണമായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് that can absorb nutrients from the host plant are called total parasite. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അവ എന്ത് ചെയ്യും? അവരെ വേരുപയോഗിച്ചിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് മൂടില്ലാത്താളി, കസ്കറ്റ, ഇവയാണ് എന്ത്? ടോട്ടൽ പാരസൈറ്റ്. അപ്പം നമ്മൾ 3 തരത്തിലുള്ളത് പറഞ്ഞു. ഏതാണ്? എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റ് എന്താണ്? വെറുതെ അതിൽ പറ്റിപ്പിടിച്ച് വളരുന്നതേ ഉള്ളൂ, ഹോസ്റ്റ് പ്ലാന്റിനെ യാതൊരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് എക്സാമ്പിളാണ് എന്ത്? ഓർക്കിഡുകൾ അല്ലേ, മരവാഴ. പിന്നെ അതേ സ്ഥാനത്ത് സെമി പാരസൈറ്റ്. സെമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകുതി അല്ലേ. അപ്പം എന്താണ്? അവയ്ക്ക് വേണ്ട ജലവും ലവണവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അവയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇത്തിൽ കണ്ണി, എന്താണ്? ലൊറാന്തസ്. ഇനി ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ റൂട്ട്സ് ഉപയോഗിച്ചിട്ട് അബ്സോർബ് ചെയ്യുക. എന്ത്? ന്യൂട്രിയൻസ്. ആരിൽ നിന്ന്? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്, ആതിഥേയ സസ്യത്തിൽ നിന്ന് വേണ്ട എല്ലാ ഇവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും എന്ത് ചെയ്യാണ്? ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന്, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അബ്സോർബ് ചെയ്യാണ്. അപ്പം നമ്മൾ അവരെ എന്തെന്നാ പറയുക? ടോട്ടൽ പാരസൈറ്റ്. എക്സാമ്പിൾ മൂടില്ലാത്താളി, കസ്കറ്റ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി നമുക്കിനി എക്സസൈസ് നോക്കാം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദ പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് cannot prepare food by themselves. ഡു യു എഗ്രി? ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്താണ് കാരണം? നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ചുമന്ന് നിറം നൽകുന്നത് എന്താണ്? ആന്തോസയാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണ് ഒരു ചുമന്ന നിറം നൽകുന്നത് എന്ന് കരുതി അതിലെന്തുണ്ടാവാൻ ക്ലോറോഫിൽ ഇല്ലാതിരിക്കുമോ? ഇല്ല. ചില ചെടികളിൽ എന്താണ്? ക്ലോറോഫിൽ ഉണ്ടാവും അല്ലേ. ഈ ക്ലോറോഫിലാണ് എന്തിന് സഹായിക്കുന്നത്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എഗ്രി ചെയ്യുന്നില്ല അല്ലെ, യോജിക്കുന്നില്ല എന്ന് പറയാം. കാരണം എന്താണ്? ചുമന്ന നിറം നൽകുന്ന ഇലകളിൽ എന്തുണ്ടാവും? ക്ലോറോഫിൽ ഉണ്ടാവും. ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കും അല്ലെ, ആഹാരം നിർമ്മിക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ആഹാര ശൃംഖല തന്നിട്ടുണ്ട്, ഫുഡ് വെബ്. എന്നിട്ട് പറയാണ് അതിൽ തവളയുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന്. അപ്പോൾ നമ്മളിതിന് മുന്നത്തെ ക്ലാസ്സിൽ കടുവയുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു എഫക്റ്റ് തന്നെയാണ് എന്തുണ്ടാവുക? ഈ തവളയുടെ എണ്ണം കുറഞ്ഞാലും ഉണ്ടാവാം. അപ്പം തവള ഭക്ഷിക്കുന്നത് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? പുൽച്ചാടി, കൊതുക്, പാറ്റ. അപ്പം എന്ത് സംഭവിക്കും? തവളയില്ലാതായാൽ ഇവയുടെ എണ്ണം അല്ലേ, ഈ ഇൻസെക്റ്റുകളുടെ എണ്ണം എന്ത് സംഭവിക്കും? പുൽച്ചാടി, കൊതുകിൻ്റെ ഒക്കെ എണ്ണം എന്ത് ചെയ്യും? കൂടും. കാരണം അവരെ ഭക്ഷിക്കുന്നവരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. പിന്നെയോ ഈ തവളയെ ഭക്ഷിച്ച് കഴിക്കുന്ന പാമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് വേണ്ട അത്രയ്ക്കുള്ള ഇനഫായിട്ടുള്ള ഒരു ഫുഡ് ലഭിക്കാത്തൊരവസ്ഥ വരും അല്ലേ. അപ്പോൾ ഇത് എന്തിനെയാണ് ബാധിക്കുക? നമ്മളുടെ ഇക്കോസിസ്റ്റത്തെ, നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഇതെന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു ചിത്രം, നമ്മളൊരു ട്രീയുടെ പടം കൊടുത്തിട്ട് അതിലുള്ള ഗ്യാസ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നാണ്. എന്തൊക്കെയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ട്രീ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു സ്വീകരിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേഷൻ ചെയ്യുന്നത്, ശ്വസനം നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് വേണ്ടി അവ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? ശ്വസനത്തിന് വേണ്ടി ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് എന്തിനെ പുറത്തുവിടാണ്? ഓക്സിജനെ പുറത്തുവിടാണ് ചെയ്യുന്നത്.
ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഏതെങ്കിലും ഭാഗം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്